بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا عبد الله بن محمد قال حدثنا أبو عامر قال حدثنا سليمان بن بلال المديني عن ربيعة بن أبي عبد الرحمن عن يزيد مولى المنبعث عن زيد بن خالد الجهني رضي الله عنهم أن النبي صلى الله عليه وسلم سأله رجل عن اللقطة فقال يعرف وكاءها أو قال وعاءها وعفاصها ثم عرفها سنة ثم استمتع بها فإن جاء ربها فأدها إليه. قال فضالة الإبل فغضب حتى احمرت وجنتاه أو قال احمر وجهه فقال وما لك ولها معها سقاؤها وحذاؤها ترد الماء وترعى الشجرة فذرها حتى يلقاها ربها. قال فضالة الغنم قال لك أو لأخيك أو للذئب. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി 8ഓളം സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. വഅള് പറയുമ്പോൾ വായിലിനിക്ക് ദേഷ്യം പിടിക്കാം. അതാണ് ഈ ഹദീസ് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ബാബുൽ ഗളബി ഫിൽ മൗഇലത്തി വത്തഅലീമി ഇദാ റഅ മാ യക്റഹു. മാ യക്റഹുനെ വഅള് പറയുന്ന ആള് കണ്ടാൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ കണ്ടാൽ എപ്പോഴും ചിരിച്ച് കളിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആവണമെന്നില്ല. ചിലപ്പം ദേഷ്യം പിടിക്കേണ്ടി വരും, ദേഷ്യം പിടിക്കുകയും ചെയ്യാം. അതാണ് ഈ രണ്ടാമത്തെ ഹദീസ്. തൊട്ട് മുമ്പത്തെ ബാബിൽ നാം പറഞ്ഞത് വഅള് പറയുന്ന ആള്, പഠിപ്പിക്കുന്ന അധ്യാപകൻ, അവരെ മക്കളിൽ നിന്ന് എന്തെങ്കിലും ശരീഅത്ത് വിരുദ്ധമായ നിയമവിരുദ്ധമായ വല്ലതും കണ്ടാൽ ദേഷ്യം പിടിക്കേണ്ടവർ ദേഷ്യം പിടിക്കണം, ബന്ധപ്പെട്ടവർ ദേഷ്യം പിടിക്കണം എന്നാണ് തൊട്ട് മുമ്പത്തെ ബാബുകൊണ്ട് തെളിയിച്ചത്, ഹദീസുകൊണ്ട് തെളിയിച്ചത്. ഇനി പറഞ്ഞ് ദേഷ്യം പിടിക്കാം അധ്യാപകനിക്കും വഅള് പറയുന്ന ആൾക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മൗഇലത്തിനും തഅലീമിലുന്ന വഅളിലും പഠിപ്പിക്കുന്നതിലും. അപ്പോൾ ഖളാഇൻ്റെ സമയത്ത്, ദേഷ്യം കയറുന്ന സമയത്ത് വിധി പറയരുത് എന്ന നിയമം അത് അവർക്ക് ബാധകമല്ല. അതിനാ പ്രത്യേകം റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യം പിടിക്കുന്നത് മൗഇലത്തിലും തഅലീമിലുമാണ് എന്നല്ലാതെ ഖളാഇൻ്റെ സമയത്ത് ഖാദിക്ക് ദേഷ്യം പിടിക്കാൻ പറ്റൂല. അതല്ല ഇവിടുത്തെ വിഷയം. ഖാദിമാരെ സംബന്ധിച്ചൊരു ചർച്ചയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ഹദീസിലെ റാവികൾ, ഒന്ന് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്, അവരെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത് അബൂ ആമിർ, അവരെ സംബന്ധിച്ചും കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത് സുലൈമാൻ ബിലാൽ മദീനി, അവരെ സംബന്ധിച്ച് മുമ്പ് ചർച്ച കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ചില നുസ്ഖയിൽ അവിടെ മദനി എന്നുണ്ട്. വേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ മദനി എന്നാണ് പറയല്. മറ്റുള്ള ടൗണുകളിലേക്ക് നിസ്ബ ചെയ്യുമ്പോഴാണ് മദീനി എന്ന പ്രയോഗം പ്രയോഗിക്കല്.
എന്നാൽ അതിൻ്റെ എതിരും ഉപയോഗിക്കും. കാരണം നമ്മൾ സുലൈമാൻ ബിൻ ബിലാൽ അൽ മദീനി എന്നാണ് സാധാരണഗതിയിൽ പറയൽ, മദനി എന്നും പറയലുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ താമസിച്ചവരാകുന്നു. അപ്പം സാധാരണഗതിയിലുള്ള പ്രയോഗമാണ് റസൂലുള്ളാഹിൻ്റെ മദീനയിൽ താമസിച്ചവർക്ക് മദനി എന്നും, മദീനക്കാർക്ക് മദീനത്തുൽ മുനവ്വറയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ മദനി. മറ്റ് ഏതെങ്കിലും മദീനകളുണ്ടാകും. പല രാജാക്കന്മാരും മദീന ഉണ്ടാക്കലുണ്ട്. അബുദാബിയിൽ മദീന സായിദ്, അതുപോലെ മദീന മുഹമ്മദ് ബിൻ സായിദ്, ഇങ്ങനെ പല മദീനകളും പലരും ഉണ്ടാക്കലുണ്ട്. പക്ഷെ ആ മദീനയ്ക്ക് റിപ്പോർട്ട് ചെയ്യും മദീനി എന്നാണ് നിസ്ബ ചെയ്യാൻ പറയേണ്ടത്. അത് സാധാരണ അങ്ങനെയേ ഉള്ളൂ എന്നല്ല, തിരിച്ച് പറഞ്ഞുകൂടാന്നില്ല എന്ന് ഈ സനദിൽ നിന്ന് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയാണ് സുലൈമാൻ അൽ മദീനി എന്നുള്ള പ്രയോഗത്തിൽ കൊണ്ട് റിവായത്ത് ചെയ്തിട്ടുള്ളത്. നാലാമത് റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ, റബീഅത്തുർ റൈ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു വിശദമായ ചർച്ചകൾ, ധാരാളം ചരിത്രങ്ങളുടെ മഹാനാണ് റബീഅത്ത്. അവരെ സംബന്ധിച്ച് വിശദമായ ചർച്ച നമ്മൾ ചെയ്തിട്ടുണ്ട്. അഞ്ചാമത് യസീദ് മൗലൽ മുംബഇസ് എന്നവരുടെ മൗലയായ യസീദ് അൽ മദനി, ഒരു മദീനക്കാരനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തൊട്ട് റബീഅത്ത് യഹ്യ ബിൻ സഈദ് എന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വിശ്വസ്തനാണ്, ബുഖാരിയിൽ ഹദീസ് വന്നവരാണ്. അവരെ പറ്റി വേറെ വിശ്വസ്തതൻ്റെ ഹദീസിற்கு റാവിയാവാൻ പറ്റുമോ ഇല്ലയോ വിഷയത്തിൽ ചർച്ചയില്ല. കാരണം അവരതിനിപ്പോൾ അനുയോജ്യരാണ്, ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അഞ്ചാമത്തേത് സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി എന്ന മഹാനായ സ്വഹാബി. ഈ സനദിൽ യസീദ് എന്നവരും താബിഇയാണ്, അവരുടെ ശിഷ്യനായ റബീഅത്ത് എന്നവരും താബിഇയാണ്. താബിയോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. ഇവിടുത്തെ സ്വഹാബി സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു. ജുഹൈന കബീലക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തവരാണ്. മക്കം ഫതഹിന് വേണ്ടി സ്വഹാബത്തുകൾ പോകുമ്പോൾ ജുഹൈന കബീലക്കാരുടെ നേതാവായി പതാകേറ്റിയവരായി ഈ പറയുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരുന്നത്. അവരെയാണ് ജുഹൈന കബീലക്കാരുടെ പതാക ഏറ്റിരുന്നത്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് 81 ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ബുഖാരിയിലുള്ളത് 5 ഹദീസുകളാണ്. അവിടെ വഫാത്ത് നടക്കുന്നത് കൂഫയിലാണ്. ഹിജ്റ 78 വഫാത്താകുമ്പോൾ 85 വയസ്സുണ്ട് മഹാനായ സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനിക്ക്. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. റജുലുൻ, ഒരു പുരുഷൻ ചോദിച്ചു. അനിൽ ലുഖത്തത്തി, ലുഖത്തത്തിനെ പറ്റി ചോദിച്ചു. ലുഖത്തത്ത്, അത് കുറേ നുസ്ഖുണ്ട്. ലുഖത്തത്ത് എന്ന് വായിക്കുക, ലുഖത്തത്ത് എന്ന് വായിക്കുക, പല നുസ്ഖകളുണ്ട്. പണ്ട് ബി ലമ്മിൽ ലാമി വ ഫത്ഹിൽ കാഫി, ലുഖത്തത്ത്. അശ്ശയ്യുൽ മൽകൂത്ത് വഖാല ഖാദി ലാ യജൂസു ഫീ ഗൈറു ലമ്മിൽ ലാമി വ ഫത്ഹിൽ കാഫി, ലുഖത്തത്ത് എന്നല്ലാതെ പറ്റൂല എന്നാണ് ഖാദി ഇയാദ് പറഞ്ഞത്. വക്കാല നബി ഹുവൽ മഷൂറു, നബി ഇമാം അതിലേറെ ഇത്തിലാകുള്ള ആളല്ലേ. നബി ഇമാം പറഞ്ഞ ലുക്കത്തത്ത് എന്നും പറ്റും, ലുക്കത്തത്ത് എന്നും പറ്റും. ലുക്കത്തത്ത് എന്നുള്ളതാണ് ഖാഫിൽ ഫത്ത് കൊണ്ടുള്ളതാണ് മഷൂർ. അതാ അസ്ഗരി ലുഗത്ത് പണ്ഡിതൻ അവർ പറയാണ് കാലൽ ഖലീലു ബിൽ ഇസ്കാനി ലുക്കത്തത്ത്. ഖാല വല്ലദീ സുമിയ മിനൽ അറബി വാജിമഅ അലൈഹി അഹ്ലുൽ ലുഗത്തി വറുവാത്തുൽ അഖ്ബാരി ഫതൂഹാ. അറബികളൊക്കെ നിന്ന് കേൾക്കുന്നത്, ലുഗത്ത് പണ്ഡിതന്മാർ ഇജ്മായി പറയുന്നത്, ഹദീസ് പണ്ഡിതന്മാരും പറയുന്നത് ലുക്കത്തത്ത് എന്നാണ്. എന്നാൽ സുക്കൂന് കൊണ്ടും പറ്റും. അതിന് വിശദമായ ചർച്ചകൾ ഇത്ര കുറേ ലുഗത്തുകൾ അവിടെ ഉണ്ട്. ലുക്കത്തത്ത് എന്ന് പറഞ്ഞാൽ നേരർത്ഥം നിലത്തുനിന്ന് പൊറുക്കിയെടുക്കുന്ന സാധനം എന്നാൽ ലുഗത്തർത്ഥം. അവിടെ നമ്മുടെ ഇസ്തിലാഹ് പ്രകാരം നമ്മൾ ഷാഫി ഫിഖിലുകളിലും വളരെ വിശദമായി താരീഫ് പറയുന്നുണ്ട്. ആളും ഉടമയുമില്ലാതെ സുരക്ഷയില്ലാതെ
വീണ് കിടക്കുന്ന സാധനം, നഷ്ടപ്പെട്ട സാധനം. ഇതാണ് ലുഖത്വത്തിൻ്റെ ഇസ്തിലാഹിയായ ശർഈയായ മഅന. ആളും ഉടമയുമില്ലാതെ പാഴായി കിടക്കുന്ന സാധനം. അതിനൊക്കെ രണ്ടായി തിരിക്കുന്നുണ്ട് ഷാഫി ഫിഖ്ഹിൽ. ഒന്ന്, അത് ജീവനില്ലാത്ത സാധനം. രണ്ട്, ജീവനുള്ള സാധനം. ഈ ജീവനില്ലാത്ത സാധനം തന്നെ സാധനമാകുമ്പോൾ നമ്മുടെ ഫിഖ്ഹിൽ എല്ലാ ഫിഖ്ഹിലും കിതാബുൽ ലുഖ്തത്തുണ്ട്. അതിൽ മിൻഹാജിലുള്ളൊരു ബാബാണ് ഫസ്ലുൻ ഫീ ബയാനി ഹുക്മിൽ മുൽത്തഖത്തി. പൊറുക്കിയെടുക്കപ്പെടുന്ന സാധനത്തിൻ്റെ ഹുക്മ ഞാൻ ചെയ്യുന്ന ബാബാണ്. അൽ ഹയവാനുൽ മംലൂക്കുൽ മുംതനിഉ മിൻ സിഗാരി സിബാഗി ബിഖുവ്വത്തിൻ കബഈരിൻ വഫറസിൻ ഔ ബിഅദ്വിൻ കഅർനബിൻ വളബിയിൻ ഔ തൈറാനിൻ കഹമാമിൻ ഇൻ നുജിദ ബിമഫാസത്തിൻ ഫലിൽ ഖാദി ഇൽതിഖാതുഹു ലിൽ ഹിഫ്ളി വകദാ ലിഗൈരിഹി ഫിൽ അസ്ഖി വയഹ്റുമു ഇൽതിഖാതുഹു ലിത്തമല്ലുകി. അല്ലെങ്കിൽ ഈ തമല്ലുക്കിൻ ഹയവാനാണ്, ജീവിയാണ്. ആ ജീവിക്ക് സ്വയം ശക്തിയുണ്ട്, പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട്. അതിനിക്ക് മറ്റുള്ള ജന്തുക്കളെ അതിനെ കൊല്ലാനോ അതിനെ പിടിക്കാനോ വരുന്ന പിടിമൃഗങ്ങളെല്ലാം തടുക്കാനുള്ള കഴിവുള്ള ഒട്ടകങ്ങൾ, കുതിരകൾ പോലെയുള്ളത്, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന മൊയൽ പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പാറി രക്ഷപ്പെടാൻ കഴിയുന്ന മേടപ്രാവ് പോലെയുള്ള സാധനങ്ങൾ. അതാണ് ആൾ ഉടമയുമില്ലാതെ വഴി തെറ്റി വന്നത് എങ്കിൽ അതിനെടുക്കേണ്ടതില്ല. സ്വയം ഉപയോഗിക്കാൻ വേണ്ടി നിയമപ്രകാരം അതിനെ പരസ്യപ്പെടുത്തി ആൾ വന്നില്ലെങ്കിൽ എടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടെ വ്യക്തികൾക്ക് എടുക്കാൻ പറ്റൂല. നേരെ ഖാദി ഭരണാധികാരിക്ക് അത് സുരക്ഷിതമായി ഉടമസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഖാദിയർക്ക് അത് എടുക്കാം, ഭരണാധികാരികൾക്ക് അത് എടുക്കാം. ഭരണാധികാരികളല്ലാത്ത വ്യക്തികൾ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് കൈവച്ച് പോകരുത്. ഇനി അവർക്കും ആരെങ്കിലും കയ്യിൽ പെട്ടാൽ അത് നഷ്ടപ്പെട്ടു പോകും എന്ന്, ഏതെങ്കിലും അറിവുകാരെ കയ്യിൽ പെട്ടാൽ അവർ തർത്ത് വിറ്റ് പോകും. ഇങ്ങനെയുള്ള ഏതെങ്കിലും കള്ളന്മാരോ കൊള്ളക്കാരോ പിടിക്കുമെന്ന് കണ്ടാൽ വ്യക്തികൾക്ക് എടുക്കാം. പരസ്യപ്പെടുത്തി അതിൻ്റെ ഉടമസ്ഥനിലേക്ക് എത്തിക്കാൻ അവനിക്കെടുക്കാൻ എടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് ആട് പോലെയുള്ള പ്രതിരോധ ശേഷി ഇല്ലാത്ത, പെട്ടെന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും ജന്തുക്കൾക്ക് അതിനെ പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബലഹീനമായ ജന്തുക്കളാണെങ്കിൽ അതിനെ എല്ലാവർക്കും എടുക്കാം, രണ്ടാവശ്യത്തോടു കൂടി എടുക്കാം. പിന്നെ അതിനെന്താണ് ചെയ്യേണ്ടത് വിശദമായി ഫിഖ് നോക്കേണ്ടതാണ്. പിന്നുള്ളത് സമ്പത്താണ്. മറ്റുള്ള സമ്പത്തുകൾ, ജീവികളല്ലാത്ത സ്വർണത്തിൻ്റെ കീസ, വെള്ളി, പണം, അല്ലെങ്കിൽ ആഭരണങ്ങൾ, അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരിക്കൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാധനമാകും. ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ, അങ്ങനെ പച്ചക്കറി പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഡേറ്റുള്ള സാധനങ്ങൾ, അതെല്ലാം ഡേറ്റ് തീരുന്നതിന് മുമ്പ് ഉടമസ്ഥനിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് വിറ്റിട്ട് അതിന് പണം സൂക്ഷിക്കണം. നിയമങ്ങളുണ്ട്, വിശദമായി ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് കുറേ കാലം സൂക്ഷിച്ചത് കൊണ്ട് നഷ്ടപ്പെടാത്ത വസ്തുക്കളാണെങ്കിൽ പണമാണ്, അല്ലെങ്കിൽ ഫർണിച്ചർ സാധനങ്ങളാണ്. അങ്ങനെ കുറേ കാലം സൂക്ഷിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകില്ലെങ്കിൽ അത് വിൽക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. അതവിടെ സൂക്ഷിച്ച് വെക്കണം. 1 കൊല്ലം അത് പരസ്യപ്പെടുത്തണം. അതിന് ശേഷം സ്വയം ഉപയോഗിക്കാം, സ്വയം എടുക്കാം, സ്വയം വിൽക്കാക്കാം. വിശദമായ ചർച്ചയുള്ള വിഷയമാണത്. ഞാൻ ചുരുങ്ങിയ തോതിൽ അതിനെപ്പറ്റി പറഞ്ഞതാണ്. വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ ഫിഖ്ഹിൽ. അതിനൊക്കെ വിശദമായ ബാബുകൾ തന്നെ എല്ലാ ഫിഖ്ഹിലുമുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, സഅലഹു റജുലുൻ അനിൽ ലുഖത്തത്തി, ലുഖത്തത്തിനെ പറ്റി നബി തങ്ങളോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ പറയുന്ന ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമാണ് ഫിഖ്ഹിൽ ഇവിടെ ഇമാമികൾ നൽകിയിട്ടുള്ളത്.
യരിഫ് വികാഅഹ, ആ സാധനം നിൽക്കുന്ന അതിൻ്റെ പാത്രം ഏത് സഞ്ചിയിലാണ്, ഏത് കവറിലാണ് അത് ഉള്ളത് എന്ന് നീ അതിനെ അറിയി. ആദ്യം എടുക്കണതിന് മുമ്പ് അതിനെപ്പറ്റി പഠിക്ക്. ഔകാല, അല്ലെങ്കിൽ റാവി പറഞ്ഞത് വിആഹാന. ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരിൽപ്പെട്ട ഒരാൾക്ക് സംശയമുണ്ട്, വികാ എന്നാണോ വിആ എന്നാണോ. രണ്ടായാലും അത് നിൽക്കുന്ന പാത്രം, കവറ്, അത് നിൽക്കുന്ന സഞ്ചി എന്ന അർത്ഥത്തിനേക്കാണ്. വഇഫാസഹ, അതിനെ കെട്ടി ബന്ധാക്കിയതായ അതിൻ്റെ ആ കെട്ടിയ കയറിനെയും നീ മനസ്സിലാക്ക്. സഞ്ചിയിലുള്ള സാധനമാണെങ്കിൽ സഞ്ചി അവസാനം കൂട്ടി കെട്ടിയത്, ബാഗിലാണെങ്കിൽ ബാഗിൻ്റെ ഷിബ്, കാട്ടും പെട്ടിയാണെങ്കിൽ ആ കാട്ടും പെട്ടി കെട്ടിയത് എങ്ങനെ, എന്തുകൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്? അത് മെഷീൻ കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കൊണ്ട് ബന്ധായി കെട്ടിയതാണോ, അതല്ല നാടൻ കയറ് കൊണ്ടാണോ, അതല്ല വേറെ ഒട്ടിക്കുന്ന വല്ലത് കൊണ്ടുള്ള പ്ലാസ്റ്റർ കൊണ്ടാണോ, എങ്ങനെയാണത് കവർ ചെയ്തിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്ക്. സുമ്മ അരിഫുഹ, എന്നിട്ട് അതിനെ എടുത്തിട്ട് അതിനെപ്പറ്റി നീ പരസ്യപ്പെടുത്ത് സനത്തൻ, ഒരു വർഷം. സുമ്മസ്തംതിഅ ബിഹാ, പിന്നെ ഒരു കൊല്ലം പരസ്യപ്പെടുത്തലിൻ്റെ രീതികൾ കിതാബുകൾ പറയുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തുനിന്നെല്ലാം പരസ്യപ്പെടുത്തണം. അങ്ങാടിയിൽ എഴുതി ഒട്ടിക്കണം, അങ്ങാടി അനൗൺസ്മെൻറ്റ് ചെയ്യണം, പള്ളിയിൽ അനൗൺസ്മെൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് സാധനത്തിൻ്റെ പൂർണ്ണമായി പറയാൻ പാടില്ല, ഒരു ചെറിയ സൂചന, ഇന്ന സാധനമാണ് തീരുന്ന കൊലത്തിൽ ഇത്ര ഉണ്ട് എന്നോ ഇന്ന രീതിയിൽ പറയാൻ പാടില്ല. എന്നാൽ പോയ വസ്തുവിനെ പറ്റിയുള്ള സൂചന കിട്ടുന്നവർക്ക് പറയുകയും വേണം. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം ദിവസം 2 നേരമാവണം, പിന്നീട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, പിന്നീട് മാസത്തിൽ ഒരു പ്രാവശ്യം, അങ്ങനെ പരസ്യപ്പെടുത്തണം. ഒരു കൊല്ലം പരസ്യപ്പെടുത്തിയിട്ട് ഉടമ വന്നില്ലെങ്കിൽ അതുകൊണ്ട് നീ ഉപയോഗിച്ചോ, നീ അത് ഞാൻ അതിനെ മിൽക്കാക്കി എന്ന് പറഞ്ഞു, നീ അതെടുത്തോ. സുമസ്തംതിഅ ബിഹാ, നീ അതുകൊണ്ട് നീ സുഖമെടുത്തോ, നീ അത് ഉപയോഗിച്ചോ. ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം ഫഇൻ ജാഅ റബ്ബുഹാ, കൊല്ലം കഴിഞ്ഞു, നീ അത് ഉപയോഗിച്ചു. ചിലപ്പോൾ അത് ഉപയോഗിക്കുക, അത് നശിപ്പിക്കൽ കൊണ്ടാവാം, ചിലപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കലാവാം, അത് നിലനിർത്തി കൊണ്ട് ഉപയോഗിക്കലാവാം. അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ ഫഅദ്ദിഹ ഇലൈ, അതിനെ ആ ഉടമസ്ഥനിലേക്ക് നീ അതിനെ വിട്ടുകൊടുത്താളാ, അവനെ ഏൽപ്പിച്ചു കൊടുത്താളാ. ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ആൾ വന്നാൽ ഇവൻ ഉപയോഗിക്കണില്ല, അങ്ങനെ തന്നെ ഫ്രഷായി കിടക്കുകയാണ്. അതിനെപ്പറ്റി ഇവനിക്ക് നല്ല അറിവുണ്ട്, ഇത്രത്തോളം പറയുന്നുണ്ട്. അത് പൊറുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ രീതി, അതിൻ്റെ ഘടന ഓൻ ഓർമ്മിക്കുമെന്ന് വിചാരിച്ചാൽ പോരാ, അത് എഴുതി വെക്കൽ സുന്നത്താണ് എന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നുപോകും. ഇപ്പോൾ വരുന്ന ആൾ പറയുന്ന വസ്ഫും ഇതിനുണ്ടായിരുന്ന വസ്ഫും തമ്മിൽ മാറിയിരിക്കുകയാണെങ്കിൽ ഉടമസ്ഥ അതെല്ലാം തിരിയല്ലോ. അപ്പോൾ അത് ഒറിജിനൽ ഉടമയിലേക്ക് എത്താൻ വേണ്ടി അതിനെ പൊറുക്കിയെടുക്കുമ്പോൾ, അതിവനെടുക്കുമ്പോൾ, ഇവൻ്റെ ദൃഷ്ടിയിൽ പെടുമ്പോൾ അതിൻ്റെ രീതി എന്ത്, അത് വ്യക്തമായി അവൻ എഴുതി വെക്കേണ്ടതുണ്ട്. മറക്കാതിരിക്കണം. ഏതായാലും നല്ല രസമുള്ള ചർച്ചകൾ അവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ നിയമങ്ങൾ. ഖാല, ഈ ചോദ്യക്കാരനായ ആള് പറഞ്ഞു, ഫളാലത്തുൽ ഇബ്ലി, അപ്പോൾ ഒട്ടകത്തിൽ നിന്ന് വഴിപിഴച്ച സാധനോ, ഒട്ടകം കൂട്ടം തെറ്റിയതാണ്, ഒട്ടകം ഓടിപ്പോയതാണ്. ഒരു ഒട്ടകം ഒറ്റക്ക് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉടമ ഒപ്പമില്ല. ഇവർക്ക് മനസ്സിലായി ഒട്ടകം ഓടി വന്നതാണ്, നഷ്ടപ്പെട്ടു പോയതാണ്, മുതലാളി കൂടെയില്ല. ഇങ്ങനെയുള്ളതായാലോ ഫഗളിബ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചു. ദേഷ്യം എത്രത്തോളം ദേഷ്യം പിടിച്ചു, ഹത്തഹ്മറത്ത് വജ്നതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 വജ്നത്ത്, 2 ചെന്നി, നെറ്റിയുടെ മേൽഭാഗം, അത് രണ്ടും ചുവന്ന് തുടിച്ചു. ഔകാല ഇഹ്മറ വജ്ഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തന്നെ ആകെ ചുവന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. സാധാരണ എല്ലാവർക്കും ദേഷ്യം പിടിച്ചാൽ മുഖത്തിലേക്ക് പരിവർത്തനം ഉണ്ടാവും. നബിസങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ ആ സുന്ദരമായ മുഖല്ലേ, ആ മുഖം ഒന്നായിട്ട് ചോന്ന് തുടിച്ച് വരും. നബി തങ്ങൾ ദേഷ്യം പിടിച്ച് കാണാനും നബി തങ്ങൾ ഭംഗിയായിരിക്കും. എല്ലാവരെയും മാതിരിയല്ല, ചില മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിച്ചാൽ മുഖത്തേക്ക് നോക്കാൻ കഴിയൂലല്ലോ.
എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിക്ക് ദേഷ്യം പിടിച്ചാലും നല്ല രസമുള്ള മുഖമായിരിക്കും, പക്ഷേ തിരുനൂർക്ക് ദേഷ്യം പിടിച്ച മുഖമാണ് എന്നുള്ളത്. അതാ ഇഹ്മറ വജൂഹു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു തുടിച്ചു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, എന്തിനാണ് ഒരാൾ ഒരു കാര്യം ചോദിച്ചറിയുമ്പോൾ നബി തങ്ങൾ ദേഷ്യം പിടിക്കണേ? യഥാർത്ഥ മുർഷിദായ മുഅല്ലിമിൻ്റെ സ്വഭാവം ഇങ്ങനെ ആവാൻ പാടുണ്ടോ? ചോദിക്കണവരുണ്ട്, ചോദ്യമുള്ളവരുണ്ട്, മറുപടി മാമികൾ പറയുന്നുണ്ട്. കാരണം എന്താ, ഈ പറഞ്ഞ ആക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാറില്ല. അപ്പോൾ ചോദ്യം എന്താ, അപ്പോൾ ഒട്ടകം പോയാലോ എന്നാ. അപ്പോൾ ഒട്ടകം വഴി വെച്ച് പോയതിനെ കിട്ടിയാലോ? അപ്പോൾ ആദ്യം പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കിയാൽ അതിന് കിട്ടുമല്ലോ. ആദ്യത്തെ ചോദ്യം എന്താണ്, ലുക്കുത്തത്ത് എന്ന് പറഞ്ഞുകൊടുത്ത് മറ്റു റിവായത്തിൽ ഇയാൾ ചോദിച്ചത് എന്താണ്, സ്വർണ്ണോ വെള്ളിയോ നഷ്ടപ്പെട്ട് കണ്ടിട്ട് കിട്ടിയ എന്ത് ചെയ്യണം എന്നാണ്. അത് വേറെ ഹദീസിൽ വരുന്നുണ്ട്. അപ്പം നഷ്ടപ്പെട്ടു പോയ മങ്കും ജീവനില്ലാത്ത സംഗതിയുടെ ഹുക്കുമാണ് ഈ പറയുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ജീവനുള്ളതിൻ്റെതല്ല ഈ പറഞ്ഞത്, അതിൻ്റെ ഹുക്കുമ് വേറെയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കാതെ അടുത്തത് ചോദിക്കുകയാണ്, ഒട്ടകത്ത് വായിച്ചാലും അങ്ങനെ തന്നെയാണോ, ഒട്ടകത്തിന് വൈക്കുന്നത് കിട്ടിയാലും അങ്ങനെ തന്നെയാണോ? അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ രൂപം ഇദ്ദേഹം ഉൾക്കൊള്ളാതെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് പോവാം. ഒന്നും പഠിച്ചിട്ടില്ല. ചില മുത്തഅല്ലിമീങ്ങളുണ്ട് അങ്ങനെ, ചില ചോദ്യക്കാരുണ്ട് അങ്ങനെ. ഒരാളെ കിട്ടിക്കുകയാണെങ്കിൽ പാകമുണ്ട് എന്ന് കണ്ടിക്കുകയാണെങ്കിൽ ആൾ തുടങ്ങും ചോദ്യം അങ്ങനെ ചോദിച്ച് പോകാന്നല്ലാതെ ഒന്നുപോലും ഉൾക്കൊള്ളൂല. ജാതം ചോദിച്ചാൽ ആൾക്ക് കിട്ടുമോ? ജാതം ചോദിച്ചാൽ ഓരോ ഓർമ്മ ഉണ്ടാവില്ല. എന്തായാലും മറുപടി പറഞ്ഞാൽ അതും ഒരു മറുപടി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞ് അത് ഉൾക്കൊണ്ടതിൻ്റെ ശേഷമാണ് അടുത്ത ചോദ്യം ചോദിച്ചോടൂ. അങ്ങനല്ലാതെ ചോദ്യം തുടരെ ചോദിച്ച് ആ വിഷയം എനിക്ക് പ്രശ്നം, ഓന് ചോദിക്കണം, അതിനൊരു മറുപടി വച്ചേക്കണമെന്നേ ഉള്ളൂ. എന്ത് മറുപടി പറഞ്ഞു ഓന് പ്രശ്നമില്ല. ഈ ഒരു രീതിയാണ് ഇവിടെ ഇവിടുത്തെ ചോദ്യക്കാരൻ അവലംബിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ദേഷ്യം വന്നത്. എന്നാൽ ചോദ്യത്തിന് മറുപടി പറയാനല്ലേ റസൂലുള്ളാഹിനെ അല്ലാഹു അയച്ചത്. നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഫഖാല വമാ ലക വലഹാ മഅഹാ സികാഉഹാ വഹിദാഉഹാ തരിദുൽ മാഅ വതർഅ അശ്ശജറ ഫദർഹാ ഹത്താ യൽഖാഹാ റബ്ബുഹാ. എന്താ മറുപടി? ദേഷ്യം പിടിച്ച് റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യം പിടിച്ചാലും സന്തോഷമായാലും റസൂലുള്ള കളവ് അറിയില്ല, റസൂലുള്ള സത്യം മാത്രമേ പറയുള്ളൂ. ഇവിടെയും റസൂലുള്ളാഹി തങ്ങൾക്ക് ചോദിച്ചത് അത് ശരിക്കും മനസ്സിലാക്കുന്നതിന് മുമ്പ് ചോദ്യം ചോദിച്ച റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായില്ല. അപ്പോൾ എന്നാൽ മറുപടിയോ വളരെ കറക്റ്റാണ്. ഇതന്നെയാണ് ദീനിൻ്റെ അസില്. ഇതുകൊണ്ട് തന്നെയാണ് അത് ദേഷ്യം പിടിച്ച് റസൂലുള്ള പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ടെന്നല്ല, അത് ഞാൻ ചൂടായപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അതൊക്കെ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് ഓർക്ക് ശ്രദ്ധ ഇല്ലാതെ പറയലുണ്ടാകും. ഓർക്ക് ക്ഷീണം മുടിച്ച് പറഞ്ഞതാണത്, അത് ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ്, ഒഫ്രത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ദേഷ്യം മുടിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്, എന്താ പറയേണ്ടത് തിരിയാതെ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറയില്ല ആരാ? അത് നമ്മൾ സാധാരണ മനുഷ്യന്മാർ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറയുമ്പം അവിടെ വേറൊരു ചിന്തിക്കാനുള്ളത് എങ്ങനെ പറഞ്ഞത് സത്യമായിട്ടേ വരുള്ളൂ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല വമാ ലക വലഹാ, എന്താടോ നിനക്കും അതുമായി എന്തൊരു ബന്ധമാണുള്ളത്? ഇജ്ജെന്തിനാണ് അതിൻ്റെ പിന്നെ കൂടുന്നത്? ഒട്ടകം സ്വർണം കെടുക്കുന്ന മാതിരിയാണോ? പണം കെടുക്കുന്ന മാതിരിയാണോ? മുതലെടുക്കുന്ന മാതിരിയാണോ? ഒട്ടകം വഴി വയച്ചു വന്നു, എന്നാൽ നീ അതിൻ്റെ പിന്നെ കൂടണ്ട. വമാ ലക വലഹ, അനക്കും അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇജ്ജെന്തിനാ അതിൻ്റെ പിന്നെ കൂടണ്? കാരണം അത് നഷ്ടപ്പെട്ടു പോകാനുള്ള വിഷയമുണ്ടോ? മാഹ, ആ ഒട്ടകത്തോട് കൂടെയുണ്ട്. സിക്കാവുഹ, അതിനക്ക് വെള്ളം കുടിക്കാനുള്ള ശക്തി അതിനക്കുണ്ട്, അതിൻ്റെ സിക്കാൽ അതോട് കൂടെയുണ്ട്. വഹിദാഉഹ, അതിൻ്റെ കുളമ്പും അതോട് കൂടെയുണ്ട്. സിക്കാ ബികസ്രി സീനി ഹുവൽ ലബനു വൽ മാഉ വൽ ജമ്മുൽ ഖലീൽ അസ്കിയ വൽ കസീറു അസാഖി കമാ അന്ന റത്ബ ലിൽ ലബനി ഖാസ. അപ്പോൾ അതിനക്ക് വെള്ളം അതിൻ്റെ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. മാത്രവുമല്ല വെള്ളം കുടിക്കാനുള്ള പോകാനുള്ള ശക്തിയും അതിനക്കുണ്ട്, അതിനുള്ള കാലും അതിനക്കുണ്ട്. നല്ല കുളമ്പ്, ബലമുള്ള കുളമ്പ്.
ഏത് ഭൂമിയിൽ കൂടെയും നടന്നു പോവാനുള്ള കാലിൻ്റെ കുളമ്പും അതിനെക്കൊണ്ട്. തരിതുൽ മാ, അത് വെള്ളത്തിലേക്ക് ചെല്ലും, വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതിന് കഴിയും. അശ്ശജറ, മരത്തെ അത് മേഞ്ഞ് തിന്നുകയും ചെയ്യും. ഫദർഹ, അതുകൊണ്ട് ആ ഒട്ടകത്തെ നീ വിട്ടാളാ. ഹത്താ യൽഖാഹ, ആ ഒട്ടകത്തെ കണ്ടെത്തിക്കുന്നവരേക്കും റബ്ബുഹ, അതിൻ്റെ യഥാർത്ഥ ഉടമ. അപ്പോൾ ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിയിട്ട് ഇജാവിനെ നോക്കി അതിൻ്റെ ചിലവും മറ്റും കൂട്ടാൻ വേണ്ടി നിൽക്കണ്ട, ഒട്ടകത്തിനാണ് വിട്ടാൽ മതി. അത് പോയിക്കാണ്ട് അങ്ങനെ തിന്ന് വളർന്നോളും. അതിന് പെട്ടെന്ന് മറ്റ് ജന്തുക്കൾക്കോ ഒന്നും കുറുക്കന്മാർക്കോ അല്ലെങ്കിൽ കുറുക്കൻ പിടിക്കുന്ന സാധനമല്ല, ചെന്നായ പിടിക്കുന്ന സാധനമല്ല. അങ്ങനെയൊന്നും എനിക്ക് കഴിയൂല. എനിക്ക് മറ്റുള്ളവരെ തടുക്കാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്ക് സ്വയമായിട്ടാണെങ്കിലോ വെള്ളം തേടി പിടിക്കാനും പുല്ല് പൊറുത്താനുമുള്ള കഴിവും അതിനെക്കൊണ്ട്. ശക്തനായ ജീവിയാണത്. അങ്ങനെയുള്ള സാധനത്തെ പിന്നെ കൂടണ്ട, അതിനാണ് വിട്ടാൽ മതി. അതിൻ്റെ ഉടമസ്ഥൻ എത്തിക്കുന്നതുവരേക്കും. നമ്മൾ ഫിഖ്ഹിൽ പറയുന്നുണ്ട്, ഈ പറയുന്നത് മരുഭൂമിയിൽ വെച്ച് എത്തിച്ചു കൊടുത്താണ്. മരുഭൂമിയിലല്ലാതെ അങ്ങാടി സ്ഥലത്ത് എങ്കിൽ ജനവാസ സ്ഥലത്ത് വെച്ച് വെച്ചാൽ അത് കൃഷികൾ നശിപ്പിക്കാനും അല്ലെങ്കിൽ കള്ളന്മാർ പിടിക്കാനും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏതായാലും പിടിച്ചെടുക്കണം. ഗവൺമെൻറ് അല്ലാത്ത വിശ്വസ്തരായ ആളുകൾ അതിനെ പരസ്യപ്പെടുത്താൻ വേണ്ടി, അതിന് ഉടമസ്ഥരിലേക്ക് എത്തിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പിടിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. മരുഭൂമിയിലാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കണ്ട, പോയിക്കോട്ടെ. അതിൻ്റെ അവിടെ യഥാർത്ഥ ഉടമസ്ഥൻ എപ്പോഴാണോ കണ്ടെത്തിക്കുന്നു അപ്പെടുത്തോട്ടെ. ഇത് തന്നെയാണ് നമ്മളെ മസല ഉള്ളത്. അതാ ലക്ക ജൈന പിന്നെ കൂടണ്ട. മാഹ സിക്കാവുഹ വഹിദാവുഹ തരിദുൽ മാഅ വതർ അശ്ശജറ ഫദർഹ ഹത്താ യൽഖാഹ റബ്ബുഹ. ഖാല, അപ്പോൾ ആ ചോദ്യക്കാരൻ പറഞ്ഞു, ഫളാലത്തുൽ ഗനമി, വിടുന്നില്ല ആള്. ആടിൽ നിന്ന് കൂട്ടം തെറ്റി പയച്ചു പോയി, മറ്റാളില്ലാതെ ആയിപ്പോയി, കാണാതായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി കിടക്കുന്നത്, അതോ ആട് മുതലാളിൻ്റെ അടുത്ത് നിന്ന് ഉടമസ്ഥരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, കൂട്ടം തെറ്റി പോയിട്ടുണ്ട്. ഒറ്റക്കൊരാടിനെ കണ്ട ആൾതാണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ആടിനെ കണ്ടാലോ? കാല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലക ഔലി അഖീക ഔലി ദിഅബി. എന്താ റസൂലുള്ളാഹിന്റെ പ്രയോഗം? തന്നെയാണ് അവിടുത്തെ ഹുക്കുമ്. ലക്ക, അത് ഒന്നിരിക്കൽ അനക്കുള്ളതാണ്, ഇജതിനെടുത്തോ. ആളെ കണ്ടാൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അതിന് നോക്കണീ ചിലവ് കൂടുതലുണ്ടോ, ചേർത്ത് തിന്നാളാ, അല്ലെങ്കിൽ അതിനെ വില കെട്ടി വിറ്റുകാണ്ട് വില സൂക്ഷിച്ച് വെച്ചോ ആൾക്ക് കൊടുക്കാൻ. ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തോ ആ വില നീ എടുത്തോ. തഫ്സീലുണ്ട് അവിടെ. ആടിനെ നോക്കാൻ ഒരു കൊല്ലമൊക്കെ ആട് നോക്കുമ്പോഴത്തേന് ആടിൻ്റെ 10 ഇരട്ടി പൈസ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ലക്ക, നിനക്കുള്ളതാണ് ആട്. ഔലി അഖീക, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായ എൻ്റെ സുഹൃത്തിനിക്കുള്ളതാണത്. ഔലി ദിഅബി, അല്ലെങ്കിൽ ചെന്നായക്കുള്ളതാണ്. ചെന്നായ പിടിച്ചോട്ടെ, ഏറ്റവും ഭക്ഷണം വേണ്ടേ? അള്ളാഹു തആല ദുനിയാവിൽ എങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണമാക്കിക്കല്ലേ. ആ ഭക്ഷണമാക്കി നമ്മൾ ചെന്നായ പിടിച്ചിരുന്ന ആടിനെ ചെന്നായ പിടിച്ച്, മാനിനെ ചെന്നായ പിടിച്ച് തിന്നാണ്. അതിലെന്ത് ദേഷ്യം പിടിക്കാനാ? കാട്ടുജന്തുക്കൾക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കാൻ നമ്മൾ പോത്തിനർത്ത് തിന്നുന്ന മാതിരി, കോഴിനർത്ത് തിന്നുന്ന മാതിരി അവർക്കുള്ള ഭക്ഷണം അതാണ്. അവർക്ക് വേട്ടാടി പിടിക്കലാണ്. അങ്ങനെ ഇതിനെ വേട്ടാടി പിടിക്കുകയാണ്, അങ്ങനെ പിടിച്ചോട്ടെ. അപ്പോൾ ഒരാളെ ആട് കൂട്ടം തെറ്റി വീണു എങ്കിൽ അതുപോലെയുള്ള ജന്തുക്കൾ, നാടൻ കോഴികൾ, അതൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ജന്തുക്കളാണ്. അപ്പോൾ അതിനെല്ലാം കണ്ടെത്തിച്ചവനിക്ക് വേണമെങ്കിൽ അതിനെടുത്ത് വെക്കാം, അല്ലെങ്കിൽ അതിനെ ഉടമസ്ഥനിക്ക് കിട്ടുന്നവർക്ക് കിട്ടുമ്പോൾ പിടിച്ചുകൊണ്ടേക്കോട്ടെ. രണ്ടും എല്ലാവരും ആക്കാല. കൂർക്കന്മാരോ നായ്ക്കളോ മറ്റു വല്ല പുലികളോ പിടിച്ചു തിന്നാണെങ്കിൽ പിടിച്ചു തിന്നോട്ടെ. ആർക്കും അതിൻ്റെ പിടിച്ചു വെക്കൽ നിർബന്ധം എന്നുള്ള വിധി അവിടെ വരണില്ല, ജായിസാണ്. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? ചോദ്യം ചോദിക്കേണ്ട രീതിയിലല്ല ചോദിക്കുമ്പോൾ അധ്യാപകനിക്ക് ദേഷ്യം പിടിക്കാം എന്ന് വന്നു.